അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അളവറ്റ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളെ മനുഷ്യൻ രണ്ട് നിലയ്ക്കാണ് സമീപിക്കുന്നത്. അതായത് അനുഗ്രഹം എന്നും എക്കാലവും നിലനിൽക്കുക എന്ന ഒരു വിഭാഗവും, എന്നാൽ മറ്റൊരു വിഭാഗമാകട്ടെ ആ അനുഗ്രഹം വളർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് രണ്ടും ലഭ്യമാകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും ലഭ്യമാകുന്നതിന് നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ നന്ദി ഉള്ളവരാകുക എന്നുള്ളതാണ്. ലഇൻ ശക്കർതും ലഅസീദന്നകും. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ കൂടെ പറഞ്ഞതാണ്, നിങ്ങൾ നന്ദിയുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് നാം അതിനെ അധികരിപ്പിച്ചു തരും എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകി ആദരിച്ചിരുന്ന മഹൽ വ്യക്തിത്വമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആലയ്ക്ക് നന്ദി കാണിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനമായിട്ട് നൽകിയ ഒരു നിർദ്ദേശമാണ് ഉദ്ഹിയ അറുത്തു കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം വിശുദ്ധമായ ഖുർആൻ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. തീർച്ചയായിട്ടും അങ്ങക്ക് നാം ഹൗദുൽ കൗസറിനെ നൽകി. ആയതുകൊണ്ട് അങ്ങ് പെരുന്നാൾ നമസ്കരിക്കുകയും ശേഷം ഉദ്ഹിയ അറുത്തു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ എന്നുള്ളത്. അതിന് നന്ദി പ്രകടിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പെരുന്നാൾ നമസ്കരിക്കാനും ശേഷം ബലി അറുത്തു കൊടുക്കാനും വേണ്ടി നിർദ്ദേശിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്ത് അവതീർണമായതിനു ശേഷം ഒരിക്കൽ പോലും അതിനെ ഉപേക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തിരുന്നു, എൻ്റെ വഫാത്തിന് ശേഷം താങ്കൾ എനിക്ക് വേണ്ടി ഉദ്ഹിയ അറുത്തു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയായി. ആ വസിയത്തിനെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ജീവിതകാലത്തിൽ പ്രത്യേകമായി പരിഗണിച്ചിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ളതായ ഒരു അമൽ അത് ഉദ്ഹിയ അറുത്തു കൊടുക്കലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതായി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ തന്നെ പറയുകയാണ്, നാളെ മഹ്ശറ ലോകത്ത് ആ ഉദ്ഹിയ അറുക്കപ്പെടുന്നതായ മൃഗം അതിൻ്റെ കൊമ്പും കുളമ്പും അതിൻ്റെ രോമത്തോടു കൂടി തന്നെ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഫതയ്യിബു ബിഹാ നഫ്സ. ആയതുകൊണ്ട് നിങ്ങൾ ഉദ്ഹിയ അറുത്തു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ പരിശുദ്ധപ്പെടുത്തുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉദ്ഹിയയുടെ പ്രാധാന്യം വളരെയേറെ വലുതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയയുടെ പ്രാധാന്യത്തെ നമുക്ക് ബോധിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. നബി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഉദ്ഹിയ അറുത്തു കൊടുക്കാനുള്ളതായ സാഹചര്യം ഉണ്ടാവുകയും അതിൽ അയാൾ വീഴ്ച വരുത്തുകയും ചെയ്യുകയാണ് എങ്കിൽ അവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരാതിരുന്നു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യതയാണ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കരിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ആ ഉദ്ഹിയയുടെ പ്രാധാന്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഇനി നമുക്ക് ധാരാളം ഹദീസുകൾ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയയുടെ പ്രാധാന്യത ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അള്ളിമു ലഹായാക്കും ഫഇന്നഹ അല സിറാത്തി മത്തായാക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ഹിയ മൃഗത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, കാരണം അത് സിറാത്തിൽ നിങ്ങളുടെ വാഹനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉദ്ഹിയ മൃഗത്തെ നാം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ തടിച്ചു കൊഴുത്ത സൗന്ദര്യമുള്ള വളരെ ബൃഹത്തായ ആരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള നല്ലൊരു മൃഗത്തെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നാളെ സിറാത്തിൽ നമുക്കത് വാഹനമായിട്ട് കടന്നു വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാം ഉദ്ഹിയ അറുത്തു കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗൗനിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതസ്ഥർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ഇതിൽ ചെയ്യാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ശിആറാണ്. ആ ശിആറിനെ വെളിപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം നാം ഇത് പ്രവർത്തിക്കേണ്ടത്. നാം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് വിഷമപ്പെടുത്തിക്കൊണ്ട് ഇത്തരം അമലുകൾ ചെയ്യാൻ പാടില്ല. നമ്മുടേതായ ആ ചര്യ അതിൻ്റേതായ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൊരുത്തപ്പെടുന്ന തരത്തിൽ നാം ഇതിനെ പ്രവർത്തിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.